ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ആൻസർ കീയാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ മാത്സ് എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമല്ലേ. നോക്കൂ, ഇവിടെ വലിയ ബക്കറ്റിൽ 45 ലിറ്റർ വെള്ളവും ചെറിയ ബക്കറ്റിൽ 15 ലിറ്റർ വെള്ളവും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ വലിയ ബക്കറ്റിൻ്റെ ഉള്ളളവ് 50 ലിറ്ററും ചെറിയ ബക്കറ്റിൻ്റെ ഉള്ളളവ് 20 ലിറ്ററുമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, വലിയ ബക്കറ്റിൻ്റെ ഉള്ളളവിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ ബക്കറ്റിന്റെ ഉള്ളളവെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എത്ര ഭാഗമാണ്? അതെ, 2/5 ഭാഗമാണ്. ആൻസർ എത്രയാണ്? 2/5. ഓക്കെ, ദെൻ ചെറിയ ബക്കറ്റിലെ വെള്ളത്തിന്റെ എത്ര മടങ്ങാണ് വലിയ ബക്കറ്റിലെ വെള്ളം എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര മടങ്ങായിരിക്കും കൂട്ടുകാരെ? അതെ, 3 മടങ്ങാണല്ലേ. ഇനി നോക്കൂ, ചെറിയ ബക്കറ്റിലെ വെള്ളത്തിന്റെ എത്ര ഭാഗം ഒഴിച്ചാൽ വലിയ ബക്കറ്റ് നിറയും എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 5 ലിറ്റർ വെള്ളം വേണമെന്നല്ലേ. അതായത് ചെറിയ ബക്കറ്റിന്റെ 1/3 ഭാഗം. ചെറിയ ബക്കറ്റിന്റെ 1/3 ഭാഗം. ദെൻ 1/3ന്റെ 3 മടങ്ങിന് തുല്യമായത് താഴെ കൊടുത്തതിൽ ഏതാണ്? അതെ, 3/3 ആണല്ലേ ആൻസർ വരുന്നത്. ദെൻ രണ്ടു വശങ്ങളുടെ നീളം 4 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും അവയ്ക്കിടയിലെ കോൺ മട്ടകോണുമായ ഒരു ത്രികോണം വരയ്ക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ വശത്തിന്റെ നീളം അളന്നെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? അതെ, 5 ആണല്ലേ. ദെൻ താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏത് ത്രികോണത്തിലും കോണുകൾക്കും എതിർവശങ്ങൾക്കും ഒരേ വലുപ്പക്രമമായിരിക്കും. ദെൻ ബി എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു ത്രികോണത്തിലെ ഏറ്റവും വലിയ വശത്തിന്റെ നീളം മറ്റു 2 വശങ്ങളുടെ നീളങ്ങളുടെ തുകയേക്കാൾ വലുതാണ്. ദെൻ സി ഏത് ത്രികോണത്തിന്റെയും 3 കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡി ഏത് ത്രികോണത്തിലും ഏറ്റവും വലിയ വശത്തിന്റെ നീളം മറ്റു 2 വശങ്ങളുടെ തുകയേക്കാൾ ചെറുതാണെന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? അത് നോക്കൂ, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, ഏത് ത്രികോണത്തിലെ ഏറ്റവും വലിയ വശത്തിന്റെ നീളം മറ്റു 2 വശങ്ങളുടെ നീളങ്ങളുടെ തുകയേക്കാൾ വലുതാണ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങൾ 3A-യും 3B-യും. ഇതിൽ നിന്ന് ഒന്നിൽ മാത്രം ഉത്തരം എഴുതിയാൽ മതി അല്ലേ. 3A നോക്കാം നമുക്ക്. ചതുരാകൃതിയായ ഒരു പൂന്തോട്ടത്തിന്റെ പരപ്പളവ് 6 ചതുര സെന്റിമീറ്ററും അതിന്റെ വീതി 1/2 മീറ്ററുമാണ്. അപ്പോൾ പൂന്തോട്ടത്തിന്റെ നീളം എത്രയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ കണ്ടെത്തുക? യെസ്, 6 3/4 ഹരിക്കണം 1/2 അല്ലേ. അപ്പൊ എത്രയാ നമുക്ക് ആൻസർ കിട്ടുന്നത്? 4/1/2 ആണ് ആൻസർ കിട്ടുന്നത്. പൂന്തോട്ടത്തിന്റെ നീളം എത്രയാണ്? 4/1/2. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂന്തോട്ടത്തിന്റെ നീളവും വീതിയും മടങ്ങും ഭാഗവുമായി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വീതിയുടെ 3 മടങ്ങാണ് നീളം എന്ന് എഴുതണം അല്ലേ. അതായത് നീളത്തിന്റെ 1/3 ഭാഗമാണ് വീതി. അപ്പൊ വീതിയുടെ 3 മടങ്ങാണ് നീളം, നീളത്തിന്റെ 1/3 ഭാഗമാണ് വീതി. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തതിൽ 1/2/3ന്റെ വ്യുൽക്രമം ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തതിൽ 1/2/3ന്റെ വ്യുൽക്രമം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വ്യുൽക്രമം ഏതാണ്? അതെ, 3/5 ആണല്ലേ. 3/5 ആണ് ആൻസർ. ഓപ്ഷൻ സി, 3/5. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ. 3B. ഒരു ജനൽ ഉണ്ടാക്കുന്നതിന് 1.5 മീറ്റർ നീളമുള്ള 12 കമ്പിയും ദെൻ 1/3 മീറ്റർ നീളമുള്ള 18 കമ്പിയും വേണം. അപ്പോൾ 1 മീറ്റർ കമ്പിയിൽ നിന്ന് 1/3 മീറ്റർ വീതം നീളമുള്ള എത്ര കമ്പികൾ മുറിച്ചെടുക്കാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര കമ്പികൾ നമുക്ക് മുറിച്ചെടുക്കാം കൂട്ടുകാരെ? എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 3 കമ്പികളാണല്ലേ. ആൻസർ എത്രയാണ്? 3. അപ്പൊ കൂട്ടുകാർക്ക് 3 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എത്രയാണ് ആൻസർ? ഓക്കെ, ആൻസർ 3. ദെൻ ജനൽ നിർമ്മിക്കാൻ 6 മീറ്റർ നീളമുള്ള എത്ര കമ്പികൾ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ജനൽ നിർമ്മിക്കാൻ 6 മീറ്റർ നീളമുള്ള എത്ര കമ്പികൾ വേണം? എത്ര കമ്പികളാണ് വേണ്ടത്? 4 കമ്പികളാണ്. ആകെ എത്ര മീറ്ററാണ് വരിക? നമുക്കറിയാം 1/2 മീറ്റർ നീളമുള്ള 12 എണ്ണത്തിന്റെ ആകെ നീളം 18 മീറ്റർ ആണല്ലേ. അപ്പോൾ 1/3 മീറ്റർ നീളമുള്ള 18 എണ്ണത്തിന് 6 മീറ്റർ എന്നാവും അല്ലേ. അപ്പൊ ആകെ 24 മീറ്റർ എന്നും 4 കമ്പികൾ ഉണ്ടെന്നും കണ്ടെത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ എത്രയാണ്? 4 കമ്പികൾ അല്ലേ.
അതായത് ആകെ 24 മീറ്ററാണ് കിട്ടുക. അപ്പോൾ അത് 4 കമ്പികളാണ് ഉണ്ടാവുക. ദെൻ നോക്കൂ 3/4 ഹരിക്കണം 1/2 തുല്യമായത് ചുവടെ തന്നതിൽ ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് 3/4 ഹരിക്കണം 1/2. അപ്പോൾ ചുവടെ തന്നതിൽ ഏതായിരിക്കും ഇതിന് തുല്യമായത്? ഏതായിരിക്കും കൂട്ടുകാരെ? അതെ 3/4 × 2 ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് 3/4 × 2. ഇനി 4ൽ എ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 4ൽ എ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. 4A ചിത്രത്തിൽ ABCD എന്നീ വരകൾ സമാന്തരമാണ്. കോൺ CEF ഒരു മട്ടകോണാണ്. കോൺ ABF 60 ഡിഗ്രിയാണ്. ത്രികോണത്തിലെ മറ്റ് രണ്ട് കോണുകളുടെ അളവുകൾ എത്ര എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം കോൺ BFCയുടെ അളവ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. BFCയുടെ അളവാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം BFCയുടെ അളവ് എത്രയായിരിക്കും കൂട്ടുകാരെ? BFC യെസ്, മറ്റ് രണ്ട് കോണുകളുടെ അളവുകൾ ആദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ. ABF 60 ഡിഗ്രിയാണ്. അപ്പോൾ ത്രികോണത്തിലെ മറ്റ് രണ്ട് കോണുകളുടെ അളവുകൾ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം മറ്റ് രണ്ട് കോണുകളുടെ അളവുകൾ എത്രയായിരിക്കും? മറ്റ് രണ്ട് കോണുകളായ CF എത്രയായിരിക്കും? ഫസ്റ്റ് വൺ കോൺ, അതിവിടെ എഴുതാം നമുക്ക്. കോൺ CEF എത്രയാണ് നമുക്ക് കിട്ടുന്നത്? CEF എത്രയാണ്? 60 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ദെൻ കോൺ ECF ആംഗിൾ ECF എത്രയാണ് കിട്ടുന്നത്? 30 ഡിഗ്രി അല്ലേ. ECF എത്രയാണ് കിട്ടുന്നത്? 30 ഡിഗ്രി. ഓക്കെ, ദെൻ കോൺ BFCയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. BFCയുടെ അളവ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 120 ഡിഗ്രിയാണ് കിട്ടുന്നത്. ദെൻ ABCE എന്നീ വരകൾ സമാന്തര വരകളല്ലെന്ന് കോണുകളുടെ അളവുകൾ ഉപയോഗിച്ച് സമർത്ഥിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? അതായത് ആംഗിൾ ABയുടെയും ആംഗിൾ CEFൻ്റെയും തുക 180 ഡിഗ്രി അല്ല അല്ലേ. അപ്പം അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. എന്താണ്? കോൺ ABയുടെയും കോൺ CEFൻ്റെയും തുക 180 ഡിഗ്രി അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡി നോക്കാം നമുക്ക്. ഡി ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ സമാന്തര വരയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. സമാന്തര വരകൾക്കിടയിലെ ലംബദൂരം എല്ലായിടത്തും തുല്യമായിരിക്കും. B സമാന്തര വരകൾ മറ്റൊരു വരയുമായി ഒരേ ചെരിവിലായിരിക്കും. C ഒരു സമാന്തര വരയെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കോണുകളും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. D സമാന്തര വരകൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? അത് ഓപ്ഷൻ C ആണല്ലേ. ഓക്കെ, ദെൻ 4B ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ ABCD എന്നീ വരകൾ സമാന്തരങ്ങളാണ്. കോൺ CPBയുടെ അളവ് 130 ഡിഗ്രിയാണ്. കോൺ AOCയുടെ അളവ് 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കോൺ BPD എത്രയാണെന്നല്ലേ ചോദിച്ചുള്ളത്. കോൺ BPD നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അത് 50 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ദെൻ കോൺ ABP എത്രയാണ്? 50 ഡിഗ്രി തന്നെയാണ് കിട്ടുന്നത്. ദെൻ CEBE BF എന്നീ വരകൾ സമാന്തര വരകളാണെന്ന് കോണുകളുടെ അളവുകൾ ഉപയോഗിച്ച് സമർത്ഥിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ്? നമുക്കിവിടെ അറിയാം കോൺ ECDയും കോൺ BPCയുടെയും തുക 180 ഡിഗ്രി ആയതുകൊണ്ട് അവ സമാന്തരങ്ങളാണല്ലേ. എന്താണ്? കോൺ ECD നമുക്കറിയാം 50 ഡിഗ്രി നമ്മൾ കണ്ടെത്തി അല്ലേ. അപ്പോൾ കോൺ ECD 50 ഡിഗ്രി എന്ന് കണ്ടെത്തുക നിങ്ങൾ. അപ്പോൾ എത്രയാണ്? കോൺ ECDയുടെയും കോൺ BPCയുടെയും തുക നമുക്ക് കിട്ടും എത്ര? 180 ഡിഗ്രി. അതുകൊണ്ട് ഇതെന്താണ്? സമാന്തരമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സാമാന്ത്രികവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എതിർകോണുകൾ തുല്യമാണ്, എതിർവശങ്ങൾ തുല്യമാണ്, 4 വശങ്ങളും എല്ലായ്പ്പോഴും തുല്യമാണ്. സാമാന്ത്രികത്തിലെ ഒരു ചെറിയ കോണിൻ്റെയും ഒരു വലിയ കോണിൻ്റെയും അളവുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് സാമാന്ത്രികവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? അതെ, ഓപ്ഷൻ C ആണ് ആൻസർ. ഓപ്ഷൻ C. ദെൻ ചതുരത്തിൻ്റെ നീളം 4/1/2 സെൻറ്റിമീറ്റർ ആണ്. 4/1/2 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ ചതുരത്തിൻ്റെ നീളം എത്രയാണ്? 4/1/2 സെൻറ്റിമീറ്റർ. അപ്പോൾ താഴത്തെ വശത്തിന് 1/4 സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര ഭാഗമാക്കാമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. താഴത്തെ വശത്തിന് 1/4 സെൻറ്റിമീറ്റർ വീതമുള്ള എത്ര ഭാഗങ്ങളാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എത്ര ഭാഗങ്ങളാക്കാം? അതെ, 18 ആണല്ലേ. ആൻസർ എത്രയാണ്? 18. ഓക്കെ, ദെൻ ചതുരത്തിൻ്റെ വീതി നീളത്തിൻ്റെ 1/2 ഭാഗമാണ്. വീതി എത്ര സെൻറ്റിമീറ്റർ ആണ്? എന്താ പറഞ്ഞിട്ടുള്ളത്? ചതുരത്തിൻ്റെ വീതി നീളത്തിൻ്റെ 1/2 ഭാഗമാണ്. അപ്പോൾ വീതി എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? അതെ, 2/1/4 ആണല്ലേ. ഇനി ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? യെസ്, 4
1/2 ഇൻറ്റു 2 1/4 അല്ലേ? ആൻസർ എത്രയാണ് കിട്ടുന്നത്? 81/8 അല്ലെങ്കിൽ എന്താണ് കിട്ടുക? 10/1/8. ഇത് രണ്ടും ഉത്തരം ശരിയാണ്. 10/1/8 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2/1/3 2 മടങ്ങിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? അതെ, ഓപ്ഷൻ സി ആണല്ലേ. 4/2/3 ആണ് വരുന്നത്. ഓക്കെ, 4/2/3. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 6ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന രീതിയിൽ പാറ്റേൺ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ അളവുകളാണ് എ ഭാഗത്ത് കൊടുത്തത്. ഈ വശങ്ങൾക്ക് യോജിച്ച 3ാമത്തെ അളവ് ബി ഭാഗത്ത് ചേർത്ത് എഴുതിയതിൽ ശരിയായത് താഴെ കൊടുത്തവയിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഇതിൽ ശരിയായിട്ട് എഴുതിയിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളെല്ലാം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.